കേരള തീരത്ത് അറബിക്കടലിൽ മുങ്ങിയ കപ്പലിന്റെയും ഇതിനൊപ്പം മുങ്ങിയ കണ്ടെയ്നറുകളുടെയും പ്രാഥമിക പരിശോധന ആരംഭിച്ചു. ഷിപ്പിംഗ് ഡയറക്ടർ ജനറലും മുങ്ങിയ കപ്പൽ MSC എൽസ 3യുടെ ഉടമസ്ഥർ നിയോഗിച്ച വിദഗ്ധരും ചേർന്നാണ് പ്രാഥമിക പരിശോധന നടത്തുന്നത്. മാപ്പിംഗ് ജോലികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ജൂൺ 13 മുതൽ എണ്ണ വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും. ജൂലൈ 3-നകം ഇത് പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. മുങ്ങിയ കപ്പലിലെ എണ്ണ വീണ്ടെടുക്കുന്നതിനൊപ്പം അപകടകരമായ രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകളും വീണ്ടെടുക്കേണ്ടതുണ്ട്. ഇതിന്റെയെല്ലാം ഭാഗമായുള്ള പ്രാഥമിക പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷമാകും കണ്ടെയ്നറുകളും സാധിക്കുമെങ്കിൽ കപ്പലും ഉയർത്തിയെടുക്കുക. മുങ്ങിയ കപ്പൽ, കണ്ടെയ്നറുകൾ എന്നിവ സംബന്ധിച്ചുള്ള കൃത്യമായ വിശകലനമാണ് വീണ്ടെടുപ്പിന്റെ ആദ്യഘട്ടം. ഇതിനായാണ് വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള മാപ്പിംഗ്. അപകടം നടന്ന സ്ഥലത്തെ കടലിന്റെ ആഴം, കടലിലെ ഈ മേഖലയുടെ പ്രത്യേകതകൾ, കപ്പൽ പാതയിലാണെങ്കിൽ അവിടെയുണ്ടാകാനിടയുള്ള തിരക്ക്, അപകടത്തിന് ശേഷമുള്ള കപ്പലിന്റെ അവസ്ഥ, കണ്ടെയ്നറുകളുടെ ഉള്ളടക്കം, അപകടം നടന്ന മേഖലയുടെ പാരിസ്ഥിതിക പ്രത്യേകതകൾ എന്നിവയെല്ലാം വിശദമായി വിലയിരുത്തും. കപ്പലിലുള്ള അപകടകരമായ വസ്തുക്കളുടെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി നാശം പരമാവധി കുറച്ചുകൊണ്ട് പ്രധാനപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കാനാകും ആദ്യ ശ്രമം. ആദ്യം പരിഗണന പരിസ്ഥിതിക്ക് നൽകി കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാകും പ്രവർത്തനം. കപ്പൽ മുങ്ങിയതിനു ശേഷം പടർന്ന എണ്ണപ്പാടയും ഹാനികരമായ പദാർത്ഥങ്ങളും വെള്ളത്തിൽ നിന്ന് നീക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. കണ്ടെയ്നറുകൾ കടൽത്തട്ടിൽ നിന്ന് വീണ്ടെടുക്കാൻ വിദൂര നിയന്ത്രണം സാധ്യമാകുന്ന പ്രത്യേക സമുദ്രാന്തര വാഹനങ്ങളായിരിക്കും ഉപയോഗിക്കുക. രാജ്യാന്തര കമ്പനിയായ T&D സാൽവേജ് ഇക്കാര്യത്തിൽ വിദഗ്ധരാണ്. കടലിന്റെ അടിത്തട്ടിലുള്ള കപ്പൽ വീണ്ടെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പുകളൊന്നുമില്ല. കപ്പൽ ഇവിടെ നിന്ന് മാറ്റണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നിരുന്നു. ഇങ്ങനെ തീരുമാനമുണ്ടായാൽ ഉയർത്തിയെടുത്ത് കരയിലേക്ക് നീക്കം ചെയ്യുന്ന ആധുനിക ഉപകരണങ്ങൾ ഇപ്പോഴുണ്ട്.